അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം. ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയോ? ചണ്ടേ ഇറങ്ങടാ വെളിയിൽ. ഇറങ്ങാൻ. അയ്യോ എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ. ആ വിട്ടത്തി വിട്ടെടുക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ? ശ്രീദേവിയുടെ ചേട്ടനാ ഇത്. സ്വന്തം ചേട്ടൻ. ഇതൊക്കെ ഇവിടുത്തെ വേലക്കാരോ മറ്റോ ആയിരിക്കും. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി SI സബ് ഇൻസ്പെക്ടർ. പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം? അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത്. നിങ്ങൾ അമ്മാവനാണ്, ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ്. എന്നാലും ഞാൻ പറയണം, പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അയാളൊരു SI അല്ലേ. ഈ കാക്കി വേഷത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് കയറി വരുന്നു? ഒരമ്മാവൻ. എന്തമ്മാവൻ? ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. മോഹൻ സാറിനും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാര വെച്ച വിദ്വാനാണ് അത്ര ഇദ്ദേഹം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല. ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട. മനു, നീ എടുത്തു ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട. ഐ വോണ്ട് അലോ ദം ടച്ച് മീ ബട്ട് ഡോണ്ട് ബി അരഗൻ മനു. കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാൻ ഇടിക്കും. പ്ലീസ് മനു. എല്ലാരും എന്റെ പിന്നാലെ പോന്നാ മതി. എന്റെ പൊന്നു മക്കളെ നിങ്ങൾ അനാഥരാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷെ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ. രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ് ചീത്തയാവും. അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ രക്തബന്ധം? അങ്കിൾ എപ്പോ വന്നു? ഓ ചാന്തേ, ആ സ്നേഹം കണ്ടു. അധികം നേരം ആയിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ. ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ. എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട. ഒന്നും വേണ്ട. ഞാനൊരു SI യാ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും പോട്ടെ മക്കളെ. എന്നാ പൊന്നുസ്റ്റേട്ടാ, രണ്ടാളും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ. ചേർത്തിക്ക് തെറ്റിയതാവാനേ വഴിയുള്ളൂ. ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരണ്ടുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ. ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ, വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തു പോവില്ലേ? പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല. എന്റെ ചേർത്തി, ആ അടിയോടി അനന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈമുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യമലോകപ്പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചൻ എന്തായിരുന്നു അസുഖം? ഏതവറാച്ചൻ? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ, അമ്മച്ചി നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി കിടന്നപ്പോ
തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ യോസപ്പും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ പൈലി. പൈലി ഞങ്ങൾ സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു. മഹാവികൃതിയായിരുന്നു. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഛോ, ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഉവ്വ്, ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായി പോയി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി, അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാ. പിന്നെ ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അമ്മാവാ, ഒരു കാര്യം ചെയ്യാം, പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചുവിടുക. അതെന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇത് ഇയാളാരാ? നമ്മളാരാ? പറഞ്ഞു കൊടുക്കണോ? മീരക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കലേ. ഓ പൊന്നൂസ്, ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്ക് കൊണ്ടുപോകണം. ഇവിടുത്തെ കഴിഞ്ഞു. മനുഷ്യനായാലേ കുറച്ചൊക്കെ ആത്മാഭിമാനം വേണം. കൂടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ? ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്കാം. താനൊന്നും പറയണ്ടോ? എടാ മുതലാളിത്തത്തിന്റെ ചെരുപ്പ് നക്കിയളെ, നാണമില്ലോടാ നിങ്ങക്കൊക്കെ, ചതിയന്മാര്, മൂരാച്ചി. ഈ സ്ഥാപനമായിട്ട് തനിക്കിപ്പോ ഒരു ബന്ധവുമില്ല. മര്യാദയ്ക്ക് പുറത്തു പോകണം. ഞാനേ ലിയോ സീ ഫുഡ്സിനെ പ്രേമിക്കാൻ വന്നൊന്നുമല്ല. എന്റെ അനുവാദമില്ലാതെ ഒരു ലോഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നിരിക്കുന്നു കാണണം. അതിനുവേണ്ടി വന്നതാ. അപ്പോ മര്യാദയുടെ ഭാഷ തനിക്ക് മനസ്സിലാവത്തില്ല. ഇല്ല, എന്നെ തിരിച്ചെടുക്കുന്നത് വരെ എന്നിൽ നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട. ഓ, എന്തോന്ന് കാണാൻ നിൽക്കോളൂ താൻ? അയാളെടുത്ത തൊഴിലാളി. എവിടുത്തെ തൊഴിലാളി? ലോഡ് വെളിയിൽ പോകുന്ന പോലെ തടസ്സം വന്നാലുണ്ടല്ലോ. തൊട്ടിലിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് കാര്യം? അല്ലെ സ്ഥിരപ്പെടുന്ന കാര്യം. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തി കളയല്ലേ? എന്റെ നെഞ്ചത്തോടെ കേറ്റുകൂടെ പോകാൻ എന്റെ പ്രശ്നം താൻ പരിഹരിക്കണോ? കേരള ഇറങ്ങി പോണം. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്? ഒന്നുണ്ട്. ബൂർഷ്വാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ്വാ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചു പിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. വി ആർ റിയലി സോറി. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ഫാക്ടറി ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ഈ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാൽ മതി. വാമളെ.
പുന്നൂസേ ഓ ആ മോളെ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ആരോടും പറയണ്ട. ഓ മുത്തച്ഛൻ എവിടെ? ഡോക്ടറെ കാണാൻ പോയി. അയാൾ എന്തിനാ വിളിച്ചേ? അത് വെറുതെ. വെറുതെ? അതേന്ന് പുന്നുസേട്ടാ, കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെ കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത്, ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ. അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി ഈ മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ. மணி எங்க போனான் இவன்? மணி ஒரு இடத்துல உட்கார மாட்டான். പാർത്ഥസാരഥിയുടെ അമ്മയല്ലേ? ஆமா, அவன் இங்க இல்லை, வேலைக்கு போயிருக்கான். இன்னும் சாப்பிட கூட வரலை. நீங்க யாரு? ഇത് പാർത്ഥസാരഥി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ. அடடே, மீராவா? பார்த்தன் உங்களை பத்தி நிறைய சொல்லியிருக்கான். காலேஜ்ல படிக்கிறேன் இல்லையா? உள்ள வாங்க, உள்ள வாங்க. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. ஐயோ, நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காப்பு கொடுக்காம அனுப்பிச்சேன்னு பாசாதிக்கு தெரிஞ்சா அவன் என்ன கொன்னுடுவன். അല്ലമ്മ, പാർത്ഥസാരഥി ഒരു വേലക്കാകെ മദിരാശിക്ക് അയച്ചിരിക്കാണ്. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ஐயோ, அவன்கிட்ட சொல்லவே இல்லையே. ചൊല്ലാൻ താണ്ട് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. ട്രെയിനൊക്കെ സമയമായപ്പോ അവൻ പോയാച്ചി അല്ലേ? ആ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഈ മരുന്ന് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ അമ്മക്ക് സുഖമില്ലയാ? மருந்து எனக்கு இல்லை. மணி, மணி எங்கடா போனா? இங்க வாடா, சாப்பிட வேண்டாமா? പാർത്തന്റെ തമ്പിയാക്കും. അവനുള്ളതാ മരുന്ന്. കൊല്ലം എത്രയായി? എന്താ ചാപ്പിടെ? മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല. പാർത്തனுக்கு கிடைக்கிற காசுல 3/4 பாகமும் அவனுக்கு மருந்துக்கு தான் போறது. மദ്രാസിലെ யாரோ பெரிய டாக்டர் ராமூர்த்தியா, அவரை கொண்டு போய் காமிக்கணும்னு பார்த்தன் சொல்லியிருக்கான். பார்த்தன் ஒரு சிட்டிக்கு ചെന്നിരിക്കാൻ. അത് കിടച്ചിട്ട് വേണം പോകാൻ. ദൈവം ഓരോരുത്തർക്കും ഓരോ വിധി കൊടുക്കുന്നതാ. പാർത്തന്റെ കാര്യം തന്നെ നോക്ക്. இருக்கிற நகையெல்லாம் வித்து அவனை படிக்க வச்சேன். எம்காம் பாஸ் ஆன பையன் செய்யற வேலையை அவன் செய்யறான். എംകോമോ? ஆமா, எம்காம். அவன் சொல்லலையா? ഇല്ല. சொன்னா இருக்கிற வேலையும் போயிடுமேன்னு பயந்து சொல்லாம இருந்திருப்பான். இதுக்கு முன்னால ஒரு ஹோட்டல்ல பில் எழுதுற வேலை கிடைச்சது. எம்காம் தெரிஞ்சோடனே அந்த வேலையும் போயிடுச்சு. அடடே, காஃபியே குடுக்கல. உட்காருங்க, இப்ப எடுத்துட்டு வந்துடுறேன். ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? ഞാൻ മരിക്കുന്ന കൂടി കാണണോ? എനിക്ക് ക്ലാരയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ക്ലാര ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചാൽ മാത്രം മതി. എനിക്ക് പോണം. എനിക്കും പോണം. പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്ലാരെ, എല്ലാം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ്. തെറ്റിദ്ധരിച്ച ഞാനാ. അമ്മച്ചി പറഞ്ഞപ്പോഴാ ആ തെറ്റിദ്ധാരണ മാറിയത്. അമ്മച്ചി എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് ഒന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അതേ, ആള് തെറ്റിപ്പോയതാണ് ആകെ പ്രശ്നമായത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും മുറിവേൽപ്പിക്കാനും നിങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. എന്റെ കുട്ടി ഞാൻ നിങ്ങളുടെ കുട്ടിയൊന്നുമല്ല. കുട്ടി ആരുടെ കുട്ടിയാണെന്ന് എനിക്കറിയണ്ട. ഞാനാ മണ്ടി. നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു. ഒരു അടുക്കളക്കാരിയുടെ മകളാണ് ഞാനെന്ന് ഓർമ്മിച്ചില്ല. ചേച്ചേ, കരയാതിരിക്കൂ, കരയാതിരിക്കൂ. നിങ്ങൾ എന്റെ മനസ്സ് നോവിച്ചു. അമ്മച്ചി എന്റെ മേലും നോവിച്ചു. ഇതുണ്ടോ, ചട്ടവും പഠിപ്പിച്ച് പൊള്ളിച്ചതാ. ഞാൻ കുട്ടിയും കുട്ടിയുടെ അമ്മച്ചും വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടവനല്ല. നേര് പറ, എന്നെ ചതിക്കാനായിരുന്നില്ല ഇതൊക്കെ? നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാരണം കുട്ടി വേദനിക്കാനിടയായതിലാണ് എനിക്ക് വിഷമം. അടുക്കളക്കാരിയുടെ മോളാണെന്നുള്ള ആ ഒരു അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല. വരൂ, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം ഞാനെല്ലാം പറയാം. അഡ്വക്കേറ്റ് അനന്തമ്പേർക്ക് ഒരു കത്തുണ്ട്. വക്കീലേ, വക്കീൽ. വക്കീലിന്റെ എഴുത്തുണ്ട്. ആ, കോടതിയിൽ നിന്നായിരിക്കും. ഇനി അങ്ങോട്ട് ചെല്ലേണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും. പ്രിയപ്പെട്ട അച്ഛ, ജീവിതം ക്ഷണികമാണ്. മനസ്സൊരു കുരങ്ങനും. കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത്. മീരയെ കിട്ടിയില്ല, പക്ഷെ ക്ലാരയെ കിട്ടി. അതെ, അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ്. ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പേര് മാറ്റി ഒരു ക്രിസ്ത്യാനി ആവണമെന്ന്.
ഞാൻ നീ അച്ഛന്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല. ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നേ വിളിക്കൂ. അനുഗ്രഹിക്കുക. അപ്പച്ചന്റെ മകൻ സെബാസ്റ്റ്യൻ. മോളിങ് വന്നേ. ഇപ്പൊ സമയം എത്രയായി? എന്തേ? എത്രയെന്ന് അറിയാൻ ചോദിച്ചാണ്. ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? മോക്കിപ്പോ വയസ്സെത്രയായി? കാര്യം എന്താണെന്ന് പറ. അല്ല, മോടെ പ്രായത്തിലുള്ള ഒരു കുട്ടി വീട്ടിൽ കയറി വരേണ്ട സമയമാണോ ഇത്? അതും പ്രായമായിട്ട് എന്ത് ബന്ധം? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത്? എന്റെ പ്രായമോ? അതോ ഞാൻ വീട്ടിൽ വരുന്നതോ? വേറൊന്നും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാമെന്ന് വെച്ചു അല്ലേ? ഗുഡ് നൈറ്റ്. നിക്കടി അവിടെ. എന്താ വിളിച്ചേ? എടിയുമോ? അതെ, നിന്നേക്കാൾ ഒരു 50 വയസ്സെങ്കിലും എനിക്ക് കൂടും. ഈ പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണം. ചോദിച്ചൊരു സമാനം പറഞ്ഞിട്ട് പോ. നിങ്ങളോട് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല. ഉണ്ട്. ഞാനുള്ളപ്പോ തോന്നുകൾ നടക്കാൻ ആരും അനുവദിക്കില്ല. നിങ്ങളുടെ അനുവാദം ഞങ്ങൾക്ക് എന്തിനാ? ഇത് ഇങ്ങനെ പോയാൽ ശരിയാവും തോന്നുന്നില്ല. അന്ന് സ്കൂളിൽ വെച്ച് എന്റെ ഗാർഡിയൻ ചമഞ്ഞപ്പോഴേ എനിക്ക് കലി കയറിയതാ. അപ്പോഴേ ഭരണം മതി. ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മുത്തശ്ശനായി ഞാനുള്ളപ്പോ എന്റെ ഇഷ്ടപ്പെട്ട് നോക്കണ്ടേ? അതാണ് മതിയെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇനി ഒരു മുത്തശ്ശന്റെ ആവശ്യമില്ല. നാളെ തന്നെ നിങ്ങൾക്ക് സ്ഥലം വിടാം. എങ്ങോട്ട്? നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എവിടേക്കാണോ പോയിരുന്നത് അവിടേക്ക്. മോനെ മനുക്കുട്ട, നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ മുത്തശ്ശൻ ഇവിടുന്ന് പോവില്ല. മുത്തശ്ശൻ എവിടെ പോവാൻ? ഇനിയുള്ള കാലം മുഴുവൻ എന്റെ പേരക്കുട്ടിയോടൊപ്പം മുത്തശ്ശൻ ഇവിടെ കഴിയും. ഏത് പേരക്കുട്ടികൾ? ഞങ്ങളല്ലേ മുത്തച്ഛനായി വേഷം കെട്ടാൻ നിങ്ങളോട് പറഞ്ഞത്. വേഷം കെട്ടുവോ? ഞാനോ? എന്തായി പറയുന്നത്? മക്കളെ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ നിങ്ങളുടെ മുത്തശ്ശനാ. പട്ടാളത്ത് വെച്ച് കാണാതായിപ്പോയി കരുണാകരമേനോൻ. ബന്ധമൊക്കെ മറക്കുന്ന വർഗമാ നിങ്ങളെന്ന് എനിക്കറിയാം. മോൾ ഓടിപ്പോയ ഷോക്കിൽ രോഗം വന്ന കുഞ്ഞമ്മ ഇതുവരെ നിങ്ങൾ ആശുപത്രി പോയി നോക്കിയോ? പിന്നെയല്ലേ എന്റെ കാര്യം. നല്ല ഭാഷ പറഞ്ഞ് നിങ്ങളെ നേരെയാക്കാവുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ചൂട്ടാടി തന്നെയാണ് വരുന്നത്. ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ഇവിടെ പെരുമാറിയാൽ ഈ കൈയിന്റെ കരുത്ത് അപ്പ ഞാൻ മനസ്സിലാക്കി തരും. പാമ്പിനാണ് നമ്മൾ പാല് കൊടുത്തത്. മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ മുത്തച്ഛനാണെന്ന്? എന്താ ഇയാളുടെ ഉദ്ദേശം? സുഖജീവിതാണല്ലോ ഇവിടെ. എനിക്കാകെ പേടിയൊന്നു. ഇന്നയാളുടെ മുഖത്തെ ക്രൂരത കണ്ടില്ലേ? എന്തും ചെയ്യാൻ മടിക്കില്ല. ഇയാൾ നമ്മളോട് പറഞ്ഞ കഥകളൊക്കെ കള്ളമായിരിക്കും. ഇയാളൊരു തട്ടിപ്പുകാരനാ. അന്ന് ബീച്ചിൽ വെച്ചുണ്ടായ തല്ലൊക്കെ ചിലപ്പോ ഇയാൾ തന്നെ ഏർപ്പാട് ചെയ്തതായിരിക്കും. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ട് അയാൾ ഇവിടെ വന്നത്? അതൊക്കെ തട്ടിപ്പുകാരുടെ അടവാളുമായേ. നമുക്കിനി കുര്യനങ്ങൾ മാത്രമേ രക്ഷയുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ പെരുങ്കളന്ന് ഇവിടുന്ന് ഇറക്കണം. വളരെ അപകടം പിടിച്ചൊരു കളിയായി പോയത്. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത, മേൽവാസം പോലില്ലാത്ത ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കുക. ഇപ്പൊ അനുഭവിച്ചില്ലേ? ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്കിൾ മനസ്സിലാക്കണം. എന്ത് സിറ്റുവേഷൻ? കുര്യൻ അങ്കിളിനെ ഞങ്ങൾക്ക് ഇത്തിരി പേടിയായിരുന്നു. അങ്കിൾ ഞങ്ങളോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരുന്നേൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതെ, വീടിനൊരു നാഥനെയും ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെയും. ദാ ഇവനെ ഈ ഐഡിയ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തില്ലേ? നീ നിർബന്ധിച്ചുണ്ടല്ലേ സപ്പോർട്ട് ചെയ്തത്? അത്ര വലിയ ജീനിയസ് ആയിരുന്നെങ്കിലേ എന്തുകൊണ്ട് എതിർത്തില്ല? ഇപ്പൊ പോലീസിനത് പറയുന്നു. സ്റ്റോപ്പ് ദിസ്. ഇനിയിപ്പം ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പെട്ടെന്ന് എന്തെങ്കിലും പ്രതിവിധി കാണുക. പിള്ളേര് കുരിയച്ചന്റെ എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. പ്ലീസ്, അതിലേക്കൊന്നും ഇനി കടക്കണ്ട. കടക്കണം. അപ്പോ നല്ല രീതിയിൽ ഇത് അവസാനിക്കില്ല. മനസ്സിലായില്ല സാറേ, കളി വിടെ. ആദ്യം കളി കുരിയച്ചൻ വിട്. നിയന്ത്രിക്കാൻ ആളില്ലാതായപ്പോ കുട്ടികൾ അവർക്ക് തോന്നിയ വഴിക്ക് പോയി. ഞാൻ ശാസിച്ചു. ശാസിക്കാനും നിയന്ത്രിക്കാനും നിങ്ങൾ അവരുടെ ആരും അല്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞു. അപ്പൊ എന്റെ നിയന്ത്രണം കുറച്ച് കൂടിപ്പോയിരിക്കും. കുറയ്ക്കുകയും കൂട്ടൊന്നും വേണ്ട. ഇയാൾ ഷടയുന്ന സ്ഥലം വിടെ. കുരിയച്ചോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ഞാൻ അവരുടെ മുത്തശ്ശനാ. എന്റെ രക്തമാ കുഞ്ഞുങ്ങള്. അവര് വഴിപഴിച്ചു പോകുന്ന ഞാൻ നോക്കി നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ കുരിയച്ചൻ ആരാ അധികാരം തന്നത്? കുരിയച്ചൻ ഒരു കാര്യം ചെയ്യും. ആ ചെമ്മീങ്കമ്മയുടെ കാര്യം മാത്രം നോക്കിയാ മതി കേട്ടോ. ഇദ്ദേഹത്തിന് മീരയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹീസ് ഫ്രം CBI. മീര അല്ലേ? അതെ. മീരയാണ് ഇപ്പൊ ഫാക്ടറി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ? അത് അതെ. ആർമിയിലായിരുന്ന മുത്തച്ഛൻ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? അധികമായിട്ടില്ല. എന്ന് വെച്ചാൽ മീരയുടെ ഡാഡിയും മമ്മിയും ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നതിന് മുമ്പോ പിൻപോ?
ഏറ്റവും താഴെയുള്ള കുട്ടി മഞ്ജു അല്ലേ? ആ കുട്ടിക്ക് സംസാര ശേഷി വീണ്ടും കിട്ടിയോ? സോറി മിസ്റ്റർ മാത്യു ജോൺ, ആ കുട്ടിയെ എംബാരസ് ചെയ്യിക്കണ്ട. ക്ലാസ് നടക്കുന്ന അവസരത്തിലാവുമ്പോ യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ മീര, ഞങ്ങളോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. വീട്ടിലോട്ട് വന്ന ചില അസൗകര്യങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ ഓഫീസിൽ ഒന്ന് വന്നൂടെ? എന്താണ് സർ കാര്യം? കാര്യമില്ലാതെ ഞാൻ മീരയെ കാണാൻ വരില്ലല്ലോ. എന്നാൽ മീര വെക്കുള്ളൂ. മിസ്റ്റർ മാത്യുവിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കാം. യെസ് സർ.